ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. DSMNCയുടെ വചനവിചാരത്തിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. ജൂൺ മാസം 16 മുതൽ 29 വരെയുള്ള ദിവസങ്ങൾ സഭ ഏറെ പ്രതീക്ഷയോടും കാത്തിരിപ്പോടും ഒക്കെ നോക്കി പാർക്കുന്ന നാളുകളാണ്. ശ്ലീഹ എന്ന സുറിയാനി പദത്തിൻ്റെ അർത്ഥം അയക്കപ്പെട്ടവൻ അല്ലെങ്കിൽ അപ്പോസ്തോലൻ എന്നുള്ള അർത്ഥമാണ്. സഭ ഈ നാളുകളിൽ ശ്ലീഹ നോമ്പിൻ്റെ പുണ്യ ദിനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവ് സഭയ്ക്ക് നൽകിയ ആ മഹാനിയോഗം, ശിഷ്യത്വം എന്ന മഹാനിയോഗത്തെ ശിരസാ വഹിച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി എരിഞ്ഞടങ്ങിയ ശ്ലീഹന്മാരെ സഭ നന്ദിയോടെ ഓർക്കുകയും ദൈവസന്നിധിയിൽ അവർക്കായി സ്തോത്രം പറയുകയും ചെയ്യുന്ന നാളുകളാണ് ഈ ശ്ലീഹ നോമ്പിൻ്റെ നാളുകൾ. അതുകൊണ്ട് തന്നെ ഈ അനുതാപത്തിൻ്റെ നാളുകളിലാണ് സഭയിൽ പട്ടംകൊട ശുശ്രൂഷകളൊക്കെ നടക്കുന്നത് എന്ന് നമുക്കറിയാം. ജൂൺ മാസം 29-ാം തീയതി പത്രോസ്, പൗലോസ് ശ്ലീഹന്മാരുടെ ജീവിതത്തെ സഭ ഓർക്കുന്ന നാളുകൾ കൂടിയാണ്. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 20-ാം അധ്യായം അതിൻ്റെ 25 മുതൽ 28 വരെയുള്ള വാക്യങ്ങളാണ്. നിങ്ങളിൽ മഹാനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം നിങ്ങളുടെ ശുശ്രൂഷക്കാരനാകണം. നിങ്ങളിൽ ഒന്നാമനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം നിങ്ങളുടെ ദാസനാകണം. 28-ാമത്തെ വാക്യം, മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്കു വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും വന്നതുപോലെ തന്നെ എന്ന് പറഞ്ഞു. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, സ്വർഗീയ പിതാവേ, കരുണകൾക്കായി സ്തോത്രം, കൃപകൾക്കായി സ്തോത്രം. വചനത്തിലൂടെ ഞങ്ങൾക്ക് പുതിയ ദർശനങ്ങളെ നൽകണമേ. വചനത്തിലൂടെ ഈ സുവിശേഷ ജീവിതത്തിൻ്റെ പുതിയ ബോധ്യങ്ങളെ ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ഞങ്ങൾക്ക് നൽകണമേ. യേശുവിൻ്റെ തിരുനാമത്തിൽ തന്നെ ആമേൻ. 20-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് പരിശോധിച്ചാൽ, യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരുമായി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സബദിപുത്രന്മാരുടെ അമ്മ യേശുവിൻ്റെ അടുക്കിലേക്ക് വന്നിട്ട് ഒരു റെക്കമെൻഡേഷൻ നടത്തുകയാണ്. എന്താണ് ആ അപേക്ഷ? യേശുവിൻ്റെ വലത്തും ഇടത്തും ഇരിക്കുവാനായിട്ട് തൻ്റെ മക്കൾക്ക് പദവി നൽകണം എന്നുള്ളതാണ് ഈ അമ്മയുടെ അപേക്ഷ. തുടർന്ന് ഉണ്ടാകുന്ന ചർച്ചകൾ, പിന്നീട് ശിഷ്യന്മാർ ആ വിഷയത്തിൽ നീരസപ്പെടുന്നതൊക്കെ നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ യേശു അവരെ സ്നേഹത്തോടെ വിളിച്ചുകൊണ്ട് എന്താണ് ക്രിസ്തീയ ശുശ്രൂഷയെന്നും ശുശ്രൂഷയുടെ ഏറ്റവും ഉദാത്തമായ ചില ദർശനങ്ങൾ അവർക്ക് പകർന്നു നൽകുകയും ചെയ്യുന്നതാണ് വേദഭാഗം. പ്രിയപ്പെട്ടവരെ, ക്രിസ്തീയ ശുശ്രൂഷയുടെ ഏറ്റവും ഉദാത്തമായ ദർശനമെന്ന് പറയുക അത് യേശുക്രിസ്തുവിൻ്റെ ജീവിതം തന്നെയാണ്. ക്രിസ്തീയ ശുശ്രൂഷയുടെ ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത് തന്നെ യേശുക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരമാണ്. അവിടെയാണ് എല്ലാ ശുശ്രൂഷകളും ഏതറ്റം വരെ പോകാമെന്നും എങ്ങനെ ആകണമെന്നുമൊക്കെ നമ്മൾ തിരിച്ചറിയുന്നത് അവിടെയാണ്. 20-ാം അധ്യായം 26 മുതൽ 28 വരെയുള്ള വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ കർത്താവ് പറയുകയാണ്, നിങ്ങളിൽ മഹാനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം നിങ്ങളുടെ ശുശ്രൂഷക്കാരനാകണം. ഒന്നാമനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം നിങ്ങളുടെ ദാസന്മാരാകണം. 28-ാമത്തെ വാക്യം വളരെ കൃത്യമായിട്ട് യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷ എന്താണെന്ന് നമുക്ക് കാണാൻ പറ്റും. കർത്താവ് പറയുകയാണ്, മനുഷ്യപുത്രൻ വന്നത് ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും അത്രേ. ക്രിസ്തുവിൻ്റെ ശുശ്രൂഷകനായിരുന്ന ബോൺഹോഫർ ക്രിസ്തു ശുശ്രൂഷയെ അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ശുശ്രൂഷയെ വിളിച്ചത് ഇങ്ങനെയാണ്, ജീസസ് ദ മാൻ ഫോർ അതേഴ്സ് എന്നാണ്. യേശുക്രിസ്തു ജീവിച്ചത് മുഴുവൻ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടായിരുന്നു. അവസാനം കുരിശിൻ്റെ മാർവിൽ അവൻ ചാഞ്ഞ് കിടക്കുമ്പോൾ പോലും പ്രാർത്ഥിക്കുന്നത് തന്നെ ഉപദ്രവിച്ചവർക്ക് വേണ്ടിയിട്ടുള്ളതായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ശ്ലീഹാകാലം എന്നോടും നിങ്ങളോടും പറയുന്ന ഒരു വലിയ ചിന്ത എന്താണെന്ന് ചോദിച്ചാൽ, ക്രിസ്ത്യാനിറ്റി അല്ലെങ്കിൽ ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറഞ്ഞാൽ എ ലൈഫ് ഫോർ അതേഴ്സ് എന്നുള്ളതാണ്. ഈ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാകുമ്പോഴാണ് ഇത് ക്രിസ്തീയ ജീവിതമായിട്ട് മാറുന്നത്. ഈ നാളുകളിൽ അവനവനിസം എന്ന അപകടം പിടിച്ച വികലമായ ഒരു ആത്മീയ സംസ്കാരം ക്രൈസ്തവ വിശ്വാസ മേഖലയെ വല്ലാതെ പിടിമുറുക്കിയിട്ടുണ്ട്. എൻ്റെ വിശ്വാസം
അതെൻ്റെ മാത്രം രക്ഷയ്ക്കുള്ളതാണ്, അല്ലെങ്കിൽ എൻ്റെ ഭക്തി അതെൻ്റെ മാത്രം അനുഗ്രഹത്തിനുള്ളതാണ്, എൻ്റെ അനുഗ്രഹങ്ങൾ അതെൻ്റെ മാത്രം സന്തോഷങ്ങൾക്കുള്ളതാണ് എന്നൊക്കെ ഇന്ന് നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലം. അതിനപ്പുറം ഈ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക്, അല്ലെങ്കിൽ ദൈവത്തോട് നമുക്ക് കടമകളോ കടപ്പാടുകളോ ഒന്നും തന്നെ ഇല്ല എന്ന് പഠിപ്പിക്കുന്ന ഒരു കാലം. അതുകൊണ്ട് തന്നെ ആത്മീയത എന്ന് പറയുന്നത് എൻ്റെ മാത്രം അനുഗ്രഹങ്ങൾ, അല്ലെങ്കിൽ എൻ്റെ മാത്രം ആവശ്യങ്ങൾ, എന്നോടുകൂടെ സഞ്ചരിക്കുന്ന, എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം നിലകൊള്ളുന്ന, എൻ്റെ അത്യാഗ്രഹങ്ങളിൽ കൂടെ ഇരിക്കുന്ന ഒരു ദൈവം എന്നുള്ള വിധത്തിലേക്ക് ക്രിസ്തീയ വിശ്വാസം വ്യതിചലിച്ചു പോയിട്ടുണ്ട്. നമ്മൾ മറന്നു പോകരുത്. സമ്പത്തും സന്തോഷവും നൽകുന്ന ഒരാളായി മാത്രം നമ്മൾ ദൈവത്തെ കാണുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുക. ഈ നാളുകളിലാണ് ശ്ലീഹാ നോമ്പിൻ്റെ പ്രാധാന്യം ഏറെ പ്രസക്തമാകുന്നത്. സബദി മക്കളുടെ അമ്മയുടെ വാക്കുകൾക്ക് സ്നേഹത്തോടെ യേശു കർത്താവ് തിരുത്തൽ നൽകുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോസ്തല ചരിത്രമൊക്കെ നമ്മളൊന്ന് എടുത്ത് പഠിക്കുമ്പോൾ അവരുടെ സമർപ്പണവും അവരുടെ സുവിശേഷ വീക്ഷണങ്ങളുമൊക്കെ എത്രമാത്രം നമ്മളെ കോരിത്തരിപ്പിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അവിടെ ക്രിസ്തു വിശ്വാസത്തെപ്പറ്റിയും ക്രിസ്തുവിൻ്റെ ശുശ്രൂഷയെപ്പറ്റിയും ഒക്കെ കൂടുതൽ ബോധ്യങ്ങൾ ഈ നാളുകളിൽ ഈ അപ്പോസ്തലന്മാരുടെ ജീവിതം നമുക്ക് നൽകട്ടെ പ്രിയപ്പെട്ടവരെ. സത്യത്തിൽ ക്രിസ്തു ആഗ്രഹിക്കുന്നത് ഞാനും നിങ്ങളും ഒരു ശരാശരി ക്രിസ്തു വിശ്വാസി എന്നതിനപ്പുറം കുറേ കാര്യങ്ങൾ കൂടെ ദൈവം എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും ആഗ്രഹിക്കുന്നുണ്ട്. അവിടെയാണ് ശിഷ്യത്വം എന്ന ആശയത്തിൻ്റെ പ്രാധാന്യം ഏറുന്നത്. വാൾമുനയുടെ മുൻപിൽ, അധികാരങ്ങൾക്ക് മുൻപിൽ, കടുത്ത പീഡനങ്ങൾക്ക് മുൻപിൽ, തടവറകൾക്ക് മുൻപിലൊക്കെ നെഞ്ചു പിരിച്ചുകൊണ്ട് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ശിഷ്യത്വം എന്നുള്ള ആശയത്തിലേക്ക് കടന്നു വരുമ്പോഴാണ്. അങ്ങനെയാണ് ശിഷ്യന്മാർക്ക്, അല്ലെങ്കിൽ അപ്പോസ്തലന്മാർക്ക് അവരുടെ പീഡനങ്ങളെ ചെറുക്കുവാനായിട്ട് അവർക്ക് സാധിച്ചത്. ഈ നാളുകളിൽ നമ്മുടെ ചുറ്റും നമ്മൾ പറഞ്ഞു കേൾക്കുന്ന ആത്മീയത, യേശുവിൽ നിന്ന് എനിക്കെന്ത് കിട്ടും, യേശുവിൽ വിശ്വസിക്കുന്നത് കൊണ്ട് എനിക്കെന്ത് കിട്ടും, എൻ്റെ കുടുംബത്തിന് എന്ത് കിട്ടും, ഇതാണ് ഒരു ശരാശരി ക്രിസ്ത്യാനിയുടെ ചിന്ത. ഞാനും നിങ്ങളുമൊക്കെ അറിയാതെ ഇങ്ങനെ ഒരു ആത്മീയതയ്ക്ക് വഴിപെട്ട് പോയിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. എന്നാൽ ക്രിസ്തു ഈ നാളുകളിൽ നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നത് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നത് കൊണ്ട്, യേശുവിൽ വിശ്വസിക്കുന്നത് കൊണ്ട്, ദൈവവിശ്വാസിയായിരിക്കുന്നത് കൊണ്ട് എനിക്കെന്ത് മറ്റുള്ളവർക്ക് നൽകുവാനായിട്ട് സാധിക്കും, എന്ത് ഈ ദൈവത്തിന് തിരികെ നൽകുവാനായിട്ട് സാധിക്കും എന്നുള്ള ഒരു ആത്മീയ ബദൽ സംസ്കാരത്തിലേക്ക് നമ്മൾ മാറേണ്ടതായിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. സ്പിരിച്വാലിറ്റി ഓഫ് ഷെയറിങ്. ഈ നാളുകൾ സ്പിരിച്വാലിറ്റി ഓഫ് അക്യൂമുലേഷൻ എന്നൊരു ചിന്ത വല്ലാതെ അപകടം പിടിച്ച ഒരു ചിന്തയായിട്ട് മാറുന്നുണ്ട് നമ്മിൽ. എല്ലാം വാരിക്കൂട്ടുന്നതിലുള്ള ഒരു ശുശ്രൂഷ. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നത് എല്ലാം വാരിക്കൂട്ടാനായിട്ടുള്ളതാണ്, ആഗ്രഹിക്കുന്ന എല്ലാം ലഭ്യമാകാനായിട്ടുള്ളതാണ് ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നത്. എന്നാൽ അതിനൊക്കെ ഒരു സ്പിരിച്വാലിറ്റി ഓഫ് ഷെയറിങ്, അതിൻ്റെ പാഠങ്ങൾ നമ്മുടെ തലമുറകൾ പഠിക്കേണ്ടതല്ലേ? ഈ ആഴ്ച നമ്മൾ 2ാം പാഠമായി വായിക്കുമ്പോൾ ഗലാത്യർക്ക് എഴുതിയ ലേഖനം 2ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ, അവിടെ അതിൻ്റെ ഏറ്റവും അവസാനത്തെ 10ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ പൗലോസ്ലീഹ ഓർമ്മിപ്പിക്കുന്നൊരു കാര്യമുണ്ട്. യാക്കോബും കേഫാവും യോഹന്നാനും തന്നെ ശുശ്രൂഷയെപ്പറ്റി ചില കാര്യങ്ങൾ മറന്നു പോകരുത് എന്ന് പറഞ്ഞ് ഓർമ്മിപ്പിച്ചിട്ടുണ്ടെന്നും അതെന്താണ് എന്ന് അദ്ദേഹം കൃത്യമായിട്ട് പറയുകയാണ്. അവർ പൗലോസ്ലീഹയോട് പറയുകയാണ്, സഭയിലെ ദരിദ്രരെ ഓർത്തുകൊള്ളണം. എന്നിട്ട് പൗലോസ്ലീഹ വീണ്ടും അവരോട് കൂട്ടിച്ചേർക്കുകയാണ്, ഇങ്ങനെ ചെയ്യുവാൻ ഞാൻ ഉത്സാഹിച്ചിരിക്കുന്നു, ദരിദ്രരെ ചേർത്ത് പിടിക്കുവാൻ ഞാൻ ഉത്സാഹിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, മനുഷ്യാവതാരം എന്ന മഹാശുശ്രൂഷയുടെ പിന്തുടർച്ചക്കാരായി മാറുവാനായിട്ടാണ് ദൈവം നമ്മെപ്പറ്റി ആഗ്രഹിക്കുക. അതിൻ്റെ വ്യത്യസ്തമായ തലങ്ങൾ നിർവഹിക്കുവാനായിട്ടാണ് കർത്താവ് നമ്മെപ്പറ്റി ആഗ്രഹിക്കുക. ഞാൻ, എൻ്റേത്, എനിക്ക് വേണ്ടി എന്ന ഒരു ആത്മീയ സംസ്കാരത്തിൽ നിന്നും എനിക്കും നമുക്കും അവർക്കും നമുക്കെല്ലാവർക്കും എന്ന ഒരുമയുടെ ഒരു സുവിശേഷ തീക്ഷ്ണത, സുവിശേഷ ഒരു ശുശ്രൂഷ ഈ നാളുകളിൽ നമുക്കുണ്ടാകട്ടെ പ്രിയപ്പെട്ടവരെ. കർത്താവ് പറയുകയാണ്, നിങ്ങളിൽ മഹാനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം നിങ്ങളുടെ ശുശ്രൂഷക്കാരനാകട്ടെ, നിങ്ങളിൽ ഒന്നാമനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം നിങ്ങളുടെ ദാസനാകട്ടെ. മനുഷ്യപുത്രൻ വന്നത് ശുശ്രൂഷ ചെയ്യിപ്പാനായിട്ടല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്കു വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും അത്രേ. എന്ത് കിട്ടും എന്നതിനപ്പുറമായി
എന്ത് ഈ ദൈവത്തിന് വേണ്ടി കൊടുക്കുവാൻ സാധിക്കും, എന്ത് എൻ്റെ ചുറ്റുപാടുമുള്ള മനുഷ്യർക്ക് കൊടുക്കുവാനായിട്ട് സാധിക്കും എന്ന് ചിന്തിക്കുവാൻ ഈ നാടുകളിൽ നമുക്കിടയാക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ, നമ്മുടെ കുടുംബ ജീവിതത്തിൽ, നമ്മുടെ വ്യക്തിബന്ധങ്ങളിൽ, പ്രവർത്തന മേഖലകളിൽ, നാം ആയിരിക്കുന്ന ഏതിടങ്ങളിലുമാകട്ടെ, അവിടെയൊക്കെ ക്രിസ്തുവിന് വേണ്ടി എനിക്കെന്ത് കൊടുക്കുവാൻ സാധിക്കും, അത്തരത്തിലൊരു ശുശ്രൂഷ ബോധ്യങ്ങളിലേക്ക് ഉയർന്നു വരുവാൻ ഈ നാടുകളിൽ നമുക്ക് സാധിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് യേശുവിൻ്റെ ഈ ശുശ്രൂഷ മനോഭാവം നമ്മുടെ ശുശ്രൂഷയുടെ മുഖമുദ്രയായിട്ട് തീരട്ടെ. ഈ ആഴ്ച സഭ ചിന്തിക്കുന്നത് പോലെ ക്രിസ്തുവിനോടൊപ്പമുള്ള ഈ കുരിശിൻ്റെ വഴിയിലൂടെയുള്ള ഈ സുവിശേഷ യാത്ര അങ്ങനെ ധാരാളം മനുഷ്യരെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നേറുവാൻ തക്കവണ്ണം, ധാരാളം മനുഷ്യരുടെ ഹൃദയങ്ങളിൽ ഒരു പുഞ്ചിരി പടർത്തുവാൻ തക്കവണ്ണം എനിക്കും നിങ്ങൾക്കും സാധിക്കട്ടെ. അങ്ങനെ ഈ ശുശ്രൂഷയുടെ നാളുകൾ, ഈ ശ്ലീഹാനോമ്പിൻ്റെ നാളുകൾ നമുക്കെല്ലാവർക്കും അനുഗ്രഹത്തിൻ്റെയും നന്മയുടെയും സമാധാനത്തിൻ്റെയും ഒക്കെ നാളുകളായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.